ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആൾക്കാർ ജയിക്കണം. ജയസാധ്യത ഷൗക്കത്തിനാണ്, പക്ഷേങ്കിൽ വോട്ടുകൾ ഭയങ്കര സ്പ്ലിറ്റാവും. അൻവർ സാറിൻ്റെയും പിന്നീട് സ്വരാജിൻ്റെയും വോട്ടൊക്കെ നന്നായിട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആര് ജയിച്ചാലും ആളുകൾക്ക് നല്ലത് ചെയ്താൽ മതി, പക്ഷെ എനിക്ക് വോട്ടില്ല. നമ്മളെ UDFിൻ്റെ വോട്ട് ഷൗക്കത്താക്കാൻ്റെ വോട്ട് കുറച്ച് സ്പ്ലിറ്റ് ആവും എന്നാണ് പറയണത്. നിലപാടുള്ളൊരു ആളാണ്, വ്യക്തിത്വമുള്ള ഒരാളാണ്. സ്വരാജിനോടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ നിലമ്പൂരിൽ ആണെന്നാണ്. ആര് വന്നാലും നാട് നന്നാവണം. ആര് ജയിക്കണമെന്നല്ല, ആര് ജയിച്ചാൽ നമുക്ക് വേണ്ടത് മാറ്റങ്ങളാണ്. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ്. നിലമ്പൂർ അമൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ നിലപാടുകളും അവർക്ക് സ്ഥാനാർത്ഥികളെ പറ്റിയും മണ്ഡലത്തെ പറ്റിയും ഒക്കെ പറയാനുള്ളതും കേൾക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് പല ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വന്നൊരു മണ്ഡലമാണല്ലോ നിലമ്പൂർ. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നുണ്ട്? ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക രാഷ്ട്രീയവും എല്ലാവർക്കും ഉണ്ടാവുന്ന കൺഫ്യൂഷൻസാണ്. ആർക്ക് വോട്ട് നൽകണം, പ്രത്യേകിച്ച് അൻവർ സാറ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വോട്ട് ഒരുപാട് സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ആര്യടൻ സാർ ജയിക്കാൻ തന്നെയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ചാൻസ് ആയിട്ട് കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഇതേ അഭിപ്രായം തന്നെയാണോ? അത് എന്തെങ്കിലും ഒരു വികസനം വേണ്ട നാടിന്, അപ്പോൾ ആര്യടൻ ഷൗക്കത്തിന് ജയിക്കണം എന്നാണ് ഉണ്ടാവുക ഭൂരിപക്ഷം. കഴിഞ്ഞ 2 ടേമുകളിലായി ഉണ്ടായിരുന്ന MLA PV അൻവർ MLAനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? എന്താ ഓരോ വികസനമൊക്കെ നമ്മൾ കണ്ടില്ലേ, അല്ല കൊടുന്നിട്ടില്ല എന്ന് നമ്മൾ പറയണില്ല, പക്ഷെ എങ്കിലും വാപ്പുട്ടിയൊക്കെ നട്ട് വിളിക്കുക, കാരണം എൻ്റെ അയൽവാസിയാണ്. അപ്പോൾ വാപ്പുട്ടിയൊക്കെ വന്നാൽ നമുക്ക് എല്ലാതും വികസിക്കും എന്നില്ല നല്ലൊരു ഉറപ്പുണ്ട്. കാരണം നമുക്ക് എപ്പോഴും അവിടെ കയറിച്ചല്ല, അങ്ങനെ ഇതുണ്ട്. ജയിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റിയിട്ടൊക്കെ എന്താ അഭിപ്രായം? ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ഈ റെയിൽവേ അണ്ടർപാസ് ഇല്ലേ, അവിടെ ഈ പൂക്കുട്ടമ്പാടുന്ന് വരുന്ന കേരളയിൽ അല്ലേ ഈ കൂറ്റമ്പാടുന്ന് വരുന്ന ആൾക്കാരെക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി പെട്ടെന്ന് കിട്ടണം. ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാടിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ. ഉണ്ട്. ഈ വന്യമൃഗ പ്രശ്നം നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അതിൽ എന്താണ് സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്? എന്താ ചോദിച്ചാൽ, ഞാനൊരു ദിവസം കോളേജ് കഴിഞ്ഞ് റൂമിൽ പോയപ്പോൾ എൻ്റെ മുമ്പൊക്കെ ഒരു പുള്ളിമാൻ ചാടി അവിടുന്ന്. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ആനയോ അല്ലെങ്കിൽ കടുവൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാം? വീട് എവിടെയാണ്? വീട് ദൂരാണ്, ഞാൻ ഇവിടെ നിൽക്കണം. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് ഇവിടെ. അതിനെ എങ്ങനെ നേരിടുമെന്നാണ് അഭിപ്രായം? അത് ഫോറസ്റ്റുകാരും അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ ആര് ജയിച്ചാലും ഓല അതിനെപ്പറ്റി നല്ല നടപടി എടുക്കണം. വന്യമൃഗ പ്രശ്നം പരിഹരിക്കാൻ ആര് ജയിക്കണം എന്നാണ് വിചാരിക്കുന്നത്? M സ്വരാജ്. ആര് വന്നാലും നാട് നന്നാവണം. അതിപ്പോൾ M സ്വരാജ് ആയാൽ കുറച്ചും കൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കണം എന്ന് പറയാണ്ട്. കാരണം അധികം ആൾക്കാരും ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ബസ് സ്റ്റാൻഡാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് അധിക പേരും അവിടെ നിന്നാണ് കയറുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡ് നല്ല രീതിയിലാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പൊതുവെ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പാണ്ടിക്കാട് ഭാഗമായതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമല്ല, പക്ഷേ ഈ ഒരു ഭാഗത്തുള്ള അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വരണം, അത് ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഈ കോടതിപ്പടി മുതൽ ചന്തക്കുന്ന് വരെ യാത്ര ചെയ്യുന്നവരല്ല നിങ്ങൾ? അതെ. ആ റോഡിൻ്റെ പ്രശ്നം എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് വാപ്പാനിമ്പലം കൊണ്ടുവരാൻ എയർപോർട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ മതി എയർപോർട്ടിൽ. അതിൽ 1/2 മണിക്കൂറിലേറെ പോണത് ചന്തക്കുന്ന് ഒരു നിലമ്പൂർ കഴിഞ്ഞിട്ടാണ്. അതായത് ആ തേക്കുംകാട് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വണ്ടി പോകും. അതായത് ഇവിടെ വണ്ടികൾ കൂടുന്നുണ്ട്, അതിനുള്ള മാറ്റങ്ങൾ വരുന്നില്ല. റോട്ടിൽ ബൈപ്പാസ് ഇല്ല. ഇവിടെ ഇപ്പോൾ ആകെ ഒരു റോഡ് വന്ന് മലയോര ഹൈവേ എന്നുള്ള പേരിൽ നമുക്കിവിടെ ഈ അമൽ കോളേജുള്ള റോഡ് വന്നു, അത് മാത്രമേ ഇവിടെ കാണാനുള്ളൂ. വണ്ടികൾ കൂടുന്നുണ്ട്, ആക്സിഡൻറ്റ് കൂടുന്നുണ്ട്. ഞാൻ ചന്തക്കുന്നുള്ള ഒരാളാണ്. ചന്തക്കുന്ന് അതായത് റോഡില്ല, വണ്ടികൾ കൂടുന്നുണ്ട്. സൈഡിൽ പാർക്ക് ചെയ്തിട്ടതായിട്ടും ഒക്കെ ഒരു പ്രോപ്പർ ഓട്ടോ സ്റ്റാൻഡില്ല, ബസ് സ്റ്റാൻഡ് കുറേ കാലങ്ങളായി പൊളിച്ചിട്ടിട്ട്. അത് ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും വരണ്ട, എന്നാൽ വരികയെന്നറിയില്ല. ആര് ജയിക്കണമെന്നല്ല, ആര് ജയിച്ചാൽ നമുക്ക് വേണ്ടത് മാറ്റങ്ങളാണ്. അപ്പോൾ ആര് ജയിച്ചാലും മാറ്റങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഹൈറാവും. ഇതേ അഭിപ്രായം തന്നെയാണോ? കഴിഞ്ഞ 9 വർഷം ഭരിച്ചത് ഇടത് MLA ആയിരുന്നു. അപ്പോൾ ആ MLA ഒന്നും ചെയ്തില്ല എന്നുള്ള അഭിപ്രായം? അതേ അഭിപ്രായം തന്നെ, ഒന്നും ചെയ്തില്ല. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തോന്നലുണ്ടോ ബുദ്ധിമുട്ട്, ഇത് എന്ത് റോഡാണെന്നുള്ളത്? അതെ, നല്ല തോന്നുന്നുണ്ട്. നമ്മൾ ബൈക്കുമൊക്കെ പോകുമ്പോൾ കൂടുതൽ ആക്സിഡൻറ്റ് കാണലുണ്ട് നമ്മൾ ഈ നിലമ്പൂരത്തെ റോട്ടിൽ തന്നെ. അതൊന്ന് മാറ്റി കിട്ടണം. ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികൾ വളരെ കൂടുതലാണ്. 3 മുന്നണിയുടെ സ്ഥാനാർത്ഥിയുണ്ട്, PV അൻവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരം സ്ഥിതി എന്താവും? സ്വരാജ് ജയിക്കണം എന്നാണ് നമ്മളൊരിത്. നിലപാടുള്ളൊരു ആളാണ്, വ്യക്തിത്വമുള്ള ഒരാളാണ്. അപ്പോൾ സ്വരാജിനോടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ നിലമ്പൂരിൽ വേണമെന്നാണ്. ഇവിടെ ഷൗക്കത്ത് വരണമെന്നാണ് അഭിപ്രായം.
അവിടെ കുറേ ആയില്ലേ LDF മരിക്കാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇനിയൊരു UDF വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ അൻവർ സ്ഥാനാർത്ഥി നിൽക്കുന്നതുകൊണ്ട് ആരുടെ വോട്ടായിരിക്കും കുറയുക? LDFന്റെ അൻവർ എല്ലാവരുടെ വോട്ടും ഒരു ഭൂരിപക്ഷം നേടുന്നതാണ്. അപ്പോൾ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? ജയിക്കണം, ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആൾക്കാർ ജയിക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ കാഴ്ചപ്പാടാണ്. അങ്ങനെ തന്നെ ആര് ജയിക്കുന്നതിലല്ല. അങ്ങനെ നന്മ ചെയ്യുന്ന ആളായിരുന്നു മുമ്പുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഷർ കാരണം, ബാക്കിലൂടെ മേലെ ഉദ്യോഗസ്ഥരുടെ പ്രഷർ കാരണമല്ലോ അതിൽ തുറന്ന് പറഞ്ഞുകൊണ്ടല്ല അയാളും രാജിവെച്ചത്. അപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാം നമുക്ക് എന്താണ്. അപ്പോൾ അതേ ആളെന്നെ വീണ്ടും വരണം എന്നുള്ള അഭിപ്രായം? വീണ്ടും വരണമെന്നില്ല, അയാൾ ചെയ്തത് അയാൾക്ക് ലഭിക്കും. അയാൾ എന്തൊക്കെ ചെയ്തിരിക്കണം അതിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യും, വോട്ട് ചെയ്യാതിരിക്കും. ജനങ്ങളുടെ അഭിപ്രായമല്ലേ. ഇപ്പോൾ നമ്മൾ കോളേജൊക്കെ വിട്ട് പോകുകയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണല്ലോ. അപ്പോൾ ഈ ഒരു 2 മാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും. ബ്ലോക്ക് വരുമ്പോൾ റോഡിന് പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? റോഡിനല്ലെങ്കിലും പ്രശ്നമുണ്ടല്ലോ. ചൈനീത്തെ മറ്റേ ടെക്നോളജി പോലെ ടയർ ആറാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കുണ്ടും കുഴിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ടയർ ചൂടാറാനുള്ള ടെക്നോളജി വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയാണ് പറയണ കേട്ടത്. ഈ ടെക്നോളജി ആര് കണ്ടുപിടിച്ചായിരുന്നത്? ചൈനയിൽ അങ്ങനെ ഉണ്ട്, ഇവിടെ അത് സ്വാഭാവികമായി ഉണ്ടായി വന്നു. നാച്ചുറലി ആയിട്ട് മത്സരത്തിൽ ആര് ജയിച്ചാലും ആളുകൾക്ക് നല്ലത് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് വോട്ടില്ല. ഈ വോട്ടില്ല അതെന്താ പ്രായം വന്നിട്ടാണോ? എനിക്കിപ്പോൾ 18 ആയിട്ടുള്ളൂ. ആണോ? അപ്പോൾ വോട്ട് ചേർക്കണ്ടേ? ആ, അപ്പം എന്നാലേ ഈ 18 വയസ്സായവർക്ക് എന്താ പറയാനുള്ളത്? 18 വയസ്സ് നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. ആരായാലും ആളുകൾക്ക് നല്ലൊരു ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്യാം. വോട്ട് ചെയ്യണമെന്ന് തോന്നിയോ? ഇല്ല. ഈ ആരവങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ വോട്ട് ചെയ്യണമെന്ന് തോന്നിയോ? ഇല്ല. എന്തുകൊണ്ടാ തോന്നായിരുന്നത്? ക്യൂ ഒക്കെ നിന്ന് വോട്ട് ചെയ്യാനൊക്കെ റിസ്ക് ആണ്. അങ്ങനെ പറയാൻ പറ്റില്ല, വോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വോട്ടാണ്. അതെ, ജയസാധ്യത ഷൗക്കത്തിനാണ്. പക്ഷേങ്കിൽ വോട്ടുകൾ ഭയങ്കര സ്പ്ലിറ്റാവും. കാരണം കുറേ സ്ഥാനാർത്ഥികളുണ്ടല്ലോ. അപ്പം ഭയങ്കര ഒരു ഭൂരിപക്ഷം കുറവായിക്കാരം ആര് ജയിച്ചാലും. സാധ്യത ഷൗക്കത്ത് സാറിന് തന്നെയാണ് കാണുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് പറഞ്ഞ പോലെ തന്നെ അൻവർ സാറിൻ്റെയും പിന്നീട് സ്വരാജിൻ്റെയും വോട്ടൊക്കെ നന്നായിട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 2 പ്രാവശ്യം നിന്നപ്പോഴും അൻവറാക്കിയാണ് ജയിച്ചത്. അൻവറാക്കി ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അൻവറാക്കി ഇപ്പോൾ സാധ്യത ഉണ്ടോ? ഇപ്പോൾ സാധ്യതയില്ല, വിജയശതമാനം കുറവാണ്. പക്ഷേ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ മൂപ്പര് നിൽക്കുന്നതുകൊണ്ട് ഹെൽപ്പാവും. ഇപ്പോഴും മൂപ്പർക്ക് പിന്തുണ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ആര്യാടൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയും, അതാണ് പറയണത്. എന്താ വെച്ചാൽ ഇപ്പോൾ LDF എം സ്വരാജ് നിൽക്കുന്നുണ്ട്, ശരി തന്നെയാണ്. ഈ അൻവറും LDF നിന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷെ മൂപ്പർ എന്തൊക്കെ പ്രശ്നം കൊണ്ട് മാറി, പുതിയ ഇതുണ്ടായി എന്തോ. അപ്പോൾ എന്താ നമ്മളെ UDF വോട്ട് ഷൗക്കത്താക്കാൻ്റെ വോട്ട് കുറച്ച് സ്പ്ലിറ്റ് ആവും എന്നാണ് പറയണത്. ഭൂരിപക്ഷം കുറയും ജയിക്കുകയാണെങ്കിൽ.